കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുൾ റസാഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പീഡന കേസിൽ ഇയാൾ സസ്പെൻഷനിലായിരുന്നു. അരുൺ പാറയ്ക്കൽ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇയാൾക്കെതിരെ ഉയർന്ന പരാതി എന്തായിരുന്നു? എന്തൊക്കെയാണ് ഈ നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഹെഡ് കോൺസ്റ്റബിളായ അബ്ദുൾ റസാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചാലാട് സ്വദേശിയായ 7 വയസ്സുകാരൻ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഇയാൾക്കെതിരെ ബന്ധുക്കൾ നൽകിയ പരാതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കുട്ടിയുമായി ഈ പോലീസുകാരൻ കാറിൽ ഈ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോവുകയും വിവിധ സ്ഥലങ്ങളിലെത്തിച്ച കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി എന്നുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഈ പോലീസുകാരൻ്റെ രണ്ടാം ഭാര്യയ്ക്കെതിരെ നടത്തിയ പീഡനത്തിനെ തുടർന്നുള്ള ആ പരാതിയും നിലവിലുണ്ട്. ആ പരാതിയെ തുടർന്ന് അബ്ദുൾ റസാഖ് നിലവിൽ സസ്പെൻഷനിലായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ പുതിയ പരാതി, അതായത് ഒരു പോക്സോ കേസ് കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാലാട് സ്വദേശിയായ ആൺകുട്ടിയെ ഇയാൾ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ നൽകിയ പരാതി. കണ്ണൂർ ടൗൺ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ മൊഴി എടുത്തു. അതിനുശേഷമാണ് ഈ അബ്ദുൾ റസാഖിനെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കണ്ണൂർ കേന്ദ്രീകരിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷേ രണ്ടാം ഭാര്യയുടെ പരാതിയെ തുടർന്ന് അയാൾ സസ്പെൻഷനിലായിരുന്നു. വീണ്ടും പോക്സോ കേസിൽ അറസ്റ്റിലായി. നേരത്തെ ഇയാൾക്കെതിരെ മറ്റൊരു പീഡന പരാതി കൂടി ഉണ്ടായിരുന്നു. അരുൺ പാറയ്ക്കലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.